ഇവിടെ പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട വാർത്ത. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. താത്കാലിക VC നിയമന പോരിനിടെ സമവായ നീക്കവുമായി സർക്കാർ. രാജ്ഭവനിലെത്തിയ മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. ഗവർണറുടെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതിലാണ് ആകാംക്ഷ. സർക്കാർ നൽകിയ VCമാരുടെ ലിസ്റ്റ് അംഗീകരിച്ചേക്കുമെന്നറിയുന്നു. രാജ്ഭവനിലെ ചർച്ച 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ടുനിന്നു. ഋഷിപാലും ഗോപാൽ ശീലാസനലും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് മോർണിംഗ്. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ രാജ്ഭവനിൽ നടന്ന ചർച്ചയെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? മഞ്ഞുരുകി തുടങ്ങുകയാണോ? നമ്മളുടെ സർവകലാശാലകളിൽ സ്ഥിരം VCമാർ എത്താൻ പോവുകയാണോ? മുമ്പ് ഗവർണർ രാജേന്ദ്ര അർലേക്കർക്ക് ഒരു കത്ത് കൈമാറിയിരുന്നു. ആ കത്തിൽ പറഞ്ഞത്, സുപ്രീം കോടതി വിധിയുടെ തൊട്ട് പിന്നാലെയാണ് കത്തയച്ചത്. കത്തിൽ പറഞ്ഞത് ഈ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട നടപടികൾ അതിവേഗത്തിലാക്കണം. ഇതിന്റെ ചർച്ചകൾക്ക് വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെയും നിയമമന്ത്രി പി രാജീവിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കണം. ഇങ്ങനെ ഒരു കത്ത് എഴുതി. പക്ഷേ ആ കത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഈ 2 പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിക്കുകയും ചെയ്തു. പക്ഷേ എന്നാൽ പോലും സർക്കാർ ആ നീക്കം മുന്നോട്ട് കൊണ്ടുപോയി. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് രാവിലെ 8:30 രാജ്ഭവനിൽ 2 മന്ത്രിമാരും എത്തിയത്. കൂടിക്കാഴ്ച ഏതാണ്ട് 1 മണിക്കൂർ 10 മിനിറ്റ് നീണ്ടു. ഇതിൽ പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങളുണ്ട്. ഈ VC സ്ഥിര നിയമനം മാത്രമല്ല, സർവകലാശാലകളുടെ 3 ബില്ലുകൾ അവിടെ ഒപ്പുവെക്കാതെ പെൻഡിംഗ് ആയി കിടക്കുന്നുണ്ട്. അതിൽ സർവകലാശാല നിയമ ഭേദഗതി ബില്ലും ഒപ്പം തന്നെ 2 സർവകലാശാല നിയമ ഭേദഗതി ബില്ലും, ഒന്ന് സ്വകാര്യ സർവകലാശാല ബിൽ. ഗോപാലുണ്ട്. ഗോപാൽ, ഇതിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രധാനമായും ചർച്ച നടന്നിട്ടുണ്ടാവുക? നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതിൽ ഈ കേരള സർവകലാശാലയിലെ VC സിൻഡിക്കേറ്റ് പ്രശ്നം മുതൽ റോഷി സൂചിപ്പിച്ചതുപോലെ സ്ഥിരം VC നിയമനവും സ്വകാര്യ സർവകലാശാല ബില്ല് അംഗീകരിക്കാത്തതും അടക്കമുള്ള സകല വിഷയങ്ങളും ചർച്ചയായിട്ടുണ്ടാകും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കേണ്ടതായിട്ട്. അത് ഏറ്റവും പ്രാമുഖ്യം നൽകിയിരിക്കുക താൽക്കാലിക VC നിയമനമാകും. കാരണം സുപ്രീം കോടതി 13-ാം തീയതി കേസ് പരിഗണിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ തമ്മിൽ സമവായം നടത്തണം. സമവായം നടത്തിയതിനു ശേഷം ഈ വിഷയത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. അതിനുശേഷം എന്താണ് നടപടിക്രമമെന്ന് 2 ആഴ്ചയ്ക്ക് ശേഷം ഈ ബില്ല് അല്ലെങ്കിൽ കോടതി പരിഗണിക്കുമ്പോൾ അറിയിക്കണമെന്ന് അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 2 താൽക്കാലിക VCമാരെ നിയമിക്കുന്ന ദിവസം അന്ന് രാവിലെ CM ഒരു കത്ത് അയക്കുന്നതും ആ കത്തിനെ അവഗണിച്ചുകൊണ്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ 2 പേരെ വീണ്ടും നിയമിക്കുന്നതും. അതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു സമവായത്തിനുള്ള ചർച്ചയ്ക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കൂടിക്കാഴ്ചയോടെ മഞ്ഞുരുകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. 2 സാധ്യതകളുണ്ട്. മഞ്ഞുരുകാനുള്ള സാധ്യതകളുണ്ട്. കാരണം ഇതിൽ രാജ്ഭവന്റെ നിലപാട് ഇനി താൽക്കാലിക VC നിയമനത്തിൽ തൽക്കാലം താൻ ഇടപെടുന്നില്ല. 6 മാസം അവർ തന്നെ തുടർന്നു പോകട്ടെ. ഇനിയുള്ള സ്ഥിരം VC നിയമനം നമുക്ക് വേഗത്തിൽ നടത്താം. വേഗത്തിൽ നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ നിയമിക്കുന്നതിന് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ക്വാളിഫൈഡ് ആയിരിക്കണം, അവർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരായിരിക്കണം. രാഷ്ട്രീയ ചായ്വുകളോ മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള ഇടപെടലുകളോ നടത്തി സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുന്നവരാകരുത് എന്ന ഒരു ഡിമാൻഡ് മാത്രമാണ് ഈ വിഷയത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇപ്പോൾ നിയമസഭ പാസാക്കിയ ഒട്ടേറെ ബില്ലുകൾ ഇപ്പോഴും രാജ്ഭവന് അനുമതി കിട്ടിയില്ല. ഗവർണർ ഒപ്പുവെക്കാതെ കിടക്കുന്നുണ്ട്. അതിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട ബില്ലുകളാണ്. അതിൽ സ്വകാര്യ സർവകലാശാല ബില്ല് ഒപ്പുവെക്കാത്തതുകൊണ്ട് സംസ്ഥാനത്തിന് വലിയ നഷ്ടവും വരുന്നുണ്ട്. ഏതായാലും ആ കാര്യത്തിൽ ഒരു തീരുമാനം വരാനുള്ള സാധ്യതയും തള്ളിക്കളയാണ്. അതിൽ പ്രശ്നം കിടക്കുന്നത് ഈ സ്ഥിരം VC നിയമനം ഈ വ്യക്തി പറയുന്നത്ര വേഗത്തിൽ സാധ്യമാകുമോ എന്നുള്ളതാണ്. കാരണം സർക്കാർ ഏറ്റവും കൂടുതൽ വാശി പിടിച്ച 2 ബില്ലുകൾ, ഒന്ന് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കം ചെയ്യുന്ന ബില്ലും, 2 VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുന്ന അധികാരം ഗവർണറിൽ നിന്ന് എടുത്തുമാറുന്ന ബില്ലുമാണ്. ഈ 2 ബില്ലുകളും അംഗീകരിക്കാൻ ഇത്തരത്തിൽ ഗവർണർ തയ്യാറായിട്ടില്ല. ആ ബില്ലിന്റെ പേരിലാണ് ഈ പിടിവലികളും സംഘർഷങ്ങളും കോടതി നിയമ പോരാട്ടങ്ങളും എല്ലാം നടന്നത്. ആ ബില്ല് അവിടെ ഇരിക്കെ ഈ സ്ഥിരം VC നിയമനം എങ്ങനെ സാധ്യമാകുമെന്ന ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കോടതികളിൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അടക്കം സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചതിൽ കേരളയിലും KTUവിലും ഡിജിറ്റലിലും MGയിലും അടക്കം പല കേസുകളുണ്ട്. ആ കേസുകളൊന്നും ഇതുവരെ തീർപ്പായിട്ടില്ല. ഈ തീർപ്പാക്കാതെ നിയമക്കുരുക്കഴിക്കാതെ ഈ വിഷയത്തിൽ പിടിവാശി ഒഴിവാക്കാതെ ആരെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാതെ സ്ഥിരം VC നിയമനം സാധ്യമാവുകയില്ല. ആരാണ് വിട്ടുവീഴ്ച ചെയ്യുക? ഈ ബില്ലുകൾ അംഗീകരിക്കാൻ ഗവർണർ തയ്യാറാകുമോ, അതോ നിലവിലുള്ളതുപോലെ UGC അംഗീകരിച്ച നിലവിലുള്ള നിയമപ്രകാരം ചാൻസലർക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള അധികാരം വിട്ടു നൽകാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ചർച്ച നിർണായകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടതില്ല. ഈ വിഷയത്തിൽ സർക്കാർ വേണമെങ്കിൽ ഒരു തരത്തിൽ കൂടി ചിന്തിച്ചേക്കാം. കാരണം ഈ സമവായത്തിനുള്ള കാര്യങ്ങൾ വിലയിരുത്തുന്നത് അല്പസമയം മുമ്പാണ്. 8:30 1 മണിക്കൂർ 10 മിനിറ്റ് സമയം മിനിസ്റ്റർ ആർ ബിന്ദുവും പി രാജീവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി. മഞ്ഞുരുകുന്നതിന്റെ സൂചനയാണ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് ലഭ്യമാവും.